യു ആർ ഓൺ യുവർ ഓൺ നൗ. ആരോഗ്യം നോക്കണം. ഹോസ്റ്റൽ ലൈഫ് വ്യത്യാസമായിരിക്കും. നല്ല കുട്ടിയായിട്ടിരിക്കണം. ശീലങ്ങളൊന്നും മാറ്റണ്ട. ഡാഡ്. ആൻഡ് സോറി, പിന്നെ എൻ്റെ കയ്യിൽ പണമില്ലാതിരുന്നത് കൊണ്ടാണ് അമ്മയുടെ കയ്യിൽ നിന്ന് 40,000 രൂപ കടം വാങ്ങേണ്ടി വന്നത്. നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത്. എല്ലാ മാസവും ഞാൻ പൈസ അയക്കാം. താങ്ക്സ്. ലെറ്റർ എഴുതണം. ഡെയിലി ഒന്ന് എഴുതിക്കോ. നത്തിങ് ലൈക്ക് എ നൈസ് ലെറ്റർ. 10 വർഷം കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ സുഖം തോന്നും. ലവ് യു സൺ. ഡാഡി, യു ആർ ഓൺ യുവർ ഓൺ നൗ. എൻ്റെ ആശ്രയം ഇനി നിനക്ക് ആവശ്യമില്ല. We are two grown-up men now, okay? See you, kiddo. Take care. Okay. Bye, Daddy. എന്നെ കോളേജ് വിട്ടിട്ട് നടന്നു പോയത് എനിക്ക് ഓർമ്മയുണ്ട് ഡാഡി. എല്ലാം ഒരു ദിവസം മുൻപ് നടന്നതുപോലെ ഓർമ്മയുണ്ട്. ഹായ്, ഐ ആം സുരേഷ്. സൂര്യ. ഹായ്, ഐ ആം രാജേഷ്. അയ്യോ വേണ്ട സീനിയർ, വേണ്ട, ഞാൻ വലിക്കില്ല. Let's verify the Euler's theorem for the function du z is equal to ax square plus 2hsy plus 2y square. Surya, second year ലാസ്റ്റ് ബെഞ്ച് കണ്ടെത്തിയല്ലേ? നിന്നിൽ നിന്നൊക്കെ വേറെ എന്ത് പ്രതീക്ഷിക്കാനാ? Get out of my class. കാട്ടുക്കുള്ളേ പാട്ട് ചൊല്ലും കന്നിപ്പൂവും നീതാനോ. பனி விழும் மலர்வனம் உன் பார்வை ஒரு வரம், இனி வரும் முனி வரும் തടുമാറും കണിമരം. കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും ഞാൻ പഠിച്ചില്ല ഡാഡി. ഡാഡിക്കും മമ്മിക്കും വേണ്ടി മാത്രമാണ് ഞാൻ ട്രൈ പോലും ചെയ്തത്. എടാ സണ്ണി, 500 രൂപ ഞാൻ മാർക്കറ്റിലേക്ക് കൊടുത്തിട്ട് അത് നീ മാർക്കറ്റിലേക്ക് മേടിച്ചോ. ഓക്കേ ഗൈസ്. ഓ ഷിറ്റ്. കലക്കടി കലക്കടി. ഊ ആ ഊ ആ ബൈ. സതീഷ്, മാത്സ് പേപ്പർ വിട്ടുകളയരുത്. അളിയാ, എങ്ങനെയെങ്കിലും പാസ്സാവാൻ നോക്ക്. പൊട്ടിയ സെപ്റ്റംബറിൽ എഴുതണം. ഞാൻ തിരിച്ചു വരുവാടാ. ബൈ. ആൻഡ് കോളേജ് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വരുമ്പോൾ ആ രാത്രി പ്രണയം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അമ്മയെ ആദ്യമായി കാണുമ്പോൾ ഡാഡിക്ക് എന്ത് ഫീലിംഗ് ആണ് തോന്നിയിരിക്കുക എന്ന് ഞാൻ ഊഹിച്ചു. അവളെ കണ്ട ആ നിമിഷം എനിക്ക് അമ്മയുടെ ഓർമ്മയാണ് വന്നത് ഡാഡി. മോനെ സൂര്യ. അമ്മേ, ലോകത്തേക്കും വെച്ച് ഏറ്റവും വലിയ സുന്ദരി അമ്മയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അമ്മയെ വെല്ലാൻ ഒരുത്തി വന്നിരിക്കുന്നു. അമ്മേ, ടിക്കറ്റ് പ്ലീസ്. സാറേ, തിരുവനന്തപുരം എത്ര മണിക്ക് എത്തും? 6:30 എത്തും. ഓക്കെ ഓക്കെ സാർ. ടിക്കറ്റ് പ്ലീസ്.
the hell? മാനം പോയി. Oh my God, what a woman. Oh. Hi. Hi. Hello. I am Meghna. Hi Meghna, I am Surya. REC തൃശ്ശൂർ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോവാ. REC തൃശ്ശൂർ. അയ്യോ, ഒരേ സ്ഥലത്ത് 4 വർഷം പഠിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലെന്നോ? നീ എന്ത് ചെയ്യായിരുന്നടാ സൂര്യ? ഞാൻ മൂകാംബിക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ എക്സാംസ് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യുന്നാ തോന്നുന്നത്. റിസൾട്ട് വന്നാലേ അറിയൂ. ബുക്സ് എല്ലാം കളയാതെ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്കാ പോകുന്നത്. ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. എന്റെ കോളേജില് കൾച്ചറൽസിന് വന്നിട്ടുണ്ടായിരുന്നു. യു വൺ ഫസ്റ്റ് പ്രൈസ് ടു ലൈറ്റ് മ്യൂസിക്. യു ആർ എ ഗിറ്റാറിസ്റ്റ്. ഗിറ്റാറിസ്റ്റ്. പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്താ അത്? ഒന്നുമില്ല. ഇങ്ങനെ കാണിക്കുന്നു. ശ്വാസം മുട്ടുന്നുണ്ടോ? അതെ. യു നീഡ് എ ഡോക്ടർ? നോ. നിങ്ങൾ കാരണമാണ് ഈ ശ്വാസം മുട്ടൽ. പ്രേമിക്കാൻ ട്രൈ ചെയ്യല്ലേ? ശരിക്കും സത്യമായിട്ട് ശ്വാസം മുട്ടുന്നു. ആൻഡ് ഐ ഡോണ്ട് നീഡ് എ ഡോക്ടർ. ഐ നീഡ് സം ഓക്സിജൻ. അയ്യോ, എന്നെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. കിട്ടിയോ ഓക്സിജൻ? സിഗരറ്റ് അല്ലേ? നോ ഐ ഡോണ്ട് സ്മോക്ക്. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഡാഡി അമ്മയെ കണ്ടപ്പോൾ തന്നെ പ്രണയം വെളിപ്പെടുത്തിയില്ലേ? അത് മാത്രമാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. ഇഷ്ടമാണെന്ന് പറയടാ. യു ലൈക്ക് പറഞ്ഞു. നിന്റെ അമ്മയെ കണ്ടോടനെ എനിക്ക് അങ്ങനെ തോന്നി. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഹർ ദ മിനിറ്റ് ഐ സോ ഹർ. അതിനുശേഷമല്ലേ ഞാൻ റിയലൈസ് ചെയ്തത് ഇറ്റ് വാസ് lust. Sorry, darling. I have fallen in love with you, Meghna. Hey, എന്നെ തെറ്റിദ്ധരിക്കരുത്. സത്യമായിട്ടും നിന്നെ കണ്ടപ്പോൾ തന്നെ ഒരു പൗണ്ടിങ് ഹാർട്ട് ബീറ്റ്. ഇളയരാജ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, വെൽ ഡ്രസ്ഡ് ഡാൻസേഴ്സ്. ഗോഡ് ഫാദർ ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതിൽ വരുന്ന തണ്ടർ ബോൾട്ട്. എൻ്റെ ഡാഡി അമ്മയെ കണ്ടപ്പോൾ അതുപോലെ തന്നെ എല്ലാം ഒരു സെക്കൻഡിൽ. ഐ എം ഇൻ ലവ് വിത്ത് യു മേഘ്ന. ഒരു മിനിറ്റ്, ജസ്റ്റ് 1 സെക്കൻഡ്. നോട്ട് ബാഡ് അറ്റ് ഓൾ. നന്നായിരുന്നു. ഇങ്ങനെയൊന്നും ഞാൻ ബിഹേവ് ചെയ്തിട്ടേ ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഗട്ട്സ് എനിക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. നിന്നെ പോലെ ഒരു പെണ്ണിനെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ല. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ലെറ്റ് യു ഗോ. അതുകൊണ്ട് ഞാനിത് പറഞ്ഞേ തീരൂ. ഐ എം ഇൻ ലവ് വിത്ത് യു.
ഇപ്പോൾ എന്നിൽ നിന്നും എന്ത് മറുപടിയാണ് വേണ്ടത്? എനിക്ക് കണ്ട ഉടനെ തന്നെ പ്രേമിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. നിന്നെ കാണാൻ സുന്ദരനാണ്. നീ കാണിക്കുന്ന കുസൃതിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ നിന്നെ മുൻപ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് സംസാരിച്ചത്. പക്ഷേ പ്രേമം വേണ്ട. അതിനുവേണ്ടി സംസാരിക്കണം, ഇടപെടുകയും ചെയ്യണം. അന്യോന്യം മനസ്സിലാക്കണം. എനിക്ക് സംസാരിക്കാം, ഇടപഴകാമല്ലോ അല്ലേ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരി, ഓക്കെ, ഫൈൻ, മനസ്സിലായി. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ആൻസർ വേണം. നിന്റെ കല്യാണം കഴിഞ്ഞോ? നോ. മുറച്ചെറുക്കൻ എൻഗേജ്മെന്റ്? നോ. നീ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഇല്ല. അത് മതി. നീ എവിടെ പോയാലും ഞാൻ തേടി വരും. ഐ വിൽ കം ഇൻ ടു യുവർ ലൈഫ്, മേഘ്ന, ആൻഡ് ഐ വിൽ സ്വീപ്പ് യു ഓഫ് യുവർ ഫീറ്റ്. Yeah, we'll see. We'll see. പോയി കിടന്നോളൂ. നിന്നെ ഞാൻ കുറേ നേരം ശല്യം ചെയ്തു. ഐ എം സോറി. അവൾ വേറെന്ത് മറുപടി പറയാനാ? എനിക്കറിയാമായിരുന്നു. ഞാൻ എൻ്റെ പ്രണയം അറിയിച്ചു. ഐ വാസ് ക്രേസി ഇൻ ലവ്. ഇത് കുറച്ച് കൂടുതലാന്ന് നിനക്ക് തോന്നില്ലേ? നിന്റെ പാസ്പോർട്ട് തീർച്ചയായിട്ടും പിടിച്ചു വെക്കും, നോക്കൂ. ഏയ്. കാരണം എലിജിബിലിറ്റി ഇല്ലാത്ത കാൻഡിഡേറ്റാ നീ. ഓ ഷേ, ഇത്രയും നാളായിട്ട് നിനക്ക് തോന്നിയില്ലടാ. ഇതുവരെ ആ പെണ്ണിനെ കുറിച്ച് നീ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോടാ. ഇപ്പൊ എന്താണ് ഇത്ര പെട്ടെന്ന്? the woods were lovely, dark and deep, Aliya. എന്നാളിയാ? I had miles to go Aliya? and promises to keep. ആ But I'm all done now. അത് ശരി. എന്നെ കൊണ്ട് അവളെ മറക്കാൻ പറ്റില്ല അളിയ. ആദ്യം വിസ കിട്ടുമോ നോക്കട്ടെ. ഓക്കെ, ബൈ. അളിയാ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. Why should I give you this visa? Your bank account's no good. You might just disappear there and never come back. Well, because I'm in love, I'm in pursuit of that love. I have no interest in America. I don't want to work or live there. My girl is there. I need to find her, woo her, bring her back to my mom, dad, and then marry her, live life with her here. And that's why you need to give me visa. That's the craziest thing I ever heard. I'll tell you what. I'm going to give you a 5-year multiple entry visa. Wow. Tell me about this girl. You don't know where she is. How the hell are you going to find her?